പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ കുടിവെള്ളത്തിൻ്റെ പദ്ധതി നെല്ലിയാമ്പതിയിൽ നിന്നും പോത്തുണ്ടി ഡാമിലേക്ക് വെള്ളം ഇറക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഭീമമായ കാശ് ചെലവാക്കി 500 ആളുടെ ഭീമഹർജി നൽകി മറ്റേ കുടിവെള്ളം എത്തിക്കുന്ന നെമ്മാറ, അയിലൂർ, നെല്ലിയാമ്പതി, മേലാറോഡ്, പല്ലശ്ശേന, എലവഞ്ചേരി, എരുമിയൂർ, ആലത്തൂർ, കാവശ്ശേരി, പുതുക്കോട്, മൊത്തം 10 പഞ്ചായത്ത്. നെന്മാറ നിയമമണ്ഡലത്തിലെ 5 പഞ്ചായത്തും ആലത്തൂരിൽ 5 പഞ്ചായത്തും ആണ് വെള്ളം സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് കേസ് ഇവിടെ നെമ്മാറ ഇറിഗേഷനിലെത്തി. ഇറിഗേഷനിൽ AXC ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിക്ക്. ഈൻ്റെ മേശപ്പുറത്താണ്. അപ്പോൾ ഈ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഹൈക്കോടതി എത്തും. ഹൈക്കോടതിയിൽ നിന്ന് ഇറിഗേഷൻ സെക്രട്ടറി, തിരുവനന്തപുരത്തെ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെ, കോഴിക്കോട് ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെ എല്ലാവരും ഈ ഫയൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അനുകൂലമായ നടപടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 50 കോടിയോളം രൂപ ചിലവ് വരുന്ന പദ്ധതിയാണ് ഇത്. നെല്ലിയാമ്പതിയിൽ നിന്ന് ടണൽ മാർഗമാണ് വെള്ളം എത്തിക്കുന്നത്. ഇതിനു വേണ്ട പ്രാരംഭ നടപടികൾ ഉടൻ ആരംഭിക്കുന്നതിനുള്ള സത്ര നടപടികൾ സർക്കാരിൽ നിന്നും ഉണ്ടാവണമെന്നും ആവശ്യപ്പെടുന്നു. അപ്പോൾ നേരത്തെ വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്ന 55 ലക്ഷത്തിൻ്റെ പൈപ്പ് ലൈനൊക്കെ ഇട്ടിട്ട് രണ്ടാം പിണറായി സർക്കാർ ഇരിക്കുമ്പോൾ ഹൈക്കോടതിയിലാണ് കേസ് നടത്തി വിജയിപ്പിച്ചത്. ജേക്കബ് സെബാസ്റ്റ്യനാണ് വക്കീൽ. അപ്പോൾ നമ്മുടെ ഇവിടെ നെന്മാറ നിയമമണ്ഡലത്തിൽ MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ കൈച്ചിഹ്നം കിട്ടുകയാണെങ്കിൽ അതിൽ മത്സരിക്കും, അല്ലെങ്കിൽ TV ചിഹ്നത്തിൽ മത്സരിക്കും. എല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. അതുമാത്രമല്ല, ഇവിടെ നെന്മാറ നിയമമണ്ഡലത്തിൽ ഒരു 5000 ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന പദ്ധതിയും സംരംഭവും കൊണ്ടുവരുന്നുണ്ട്. ടെക്സ്റ്റൈൽസ് മേഖല, ലേത്ത്, വർക്ക്ഷോപ്പ്, എഞ്ചിനീയർമാർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നിവ ഉൾപ്പെടെ പല കാര്യങ്ങളും വിദേശ രാജ്യങ്ങളിലേക്ക് കാര്യങ്ങൾ നോക്കുന്നതും കോടതി കേസ് നോക്കുന്നതിൻ്റെ എല്ലാറ്റിൻ്റെയും പരിപാടിയാണ് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പരിപാടി എല്ലാം നടത്തുന്നത്. അതും തൊഴിൽ ഇല്ലാത്തവർക്ക് തൊഴിൽ എത്തിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുമെന്നും, ഇവിടെ തൊഴിലില്ലാതെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച, ക്ലേശങ്ങൾ അനുഭവിച്ച ഇവിടെ നിന്ന് എല്ലാവരും ജോലി തേടി പുറത്തേക്ക്, വിദേശത്തേക്ക് പോകുന്ന നടപടിയാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ ഒരു സംരംഭം എല്ലാ നിയമമണ്ഡലത്തിലും വരികയാണെങ്കിൽ ഇവിടെ തന്നെ തൊഴിൽ കിട്ടും. ആ തൊഴിൽ കിട്ടുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണം. അതുമാത്രമല്ല, ഗൃഹശ്രീ പദ്ധതി പ്രകാരം ഏകദേശം 14 ജില്ലകളിൽ 4000 ആളുകൾക്ക് വീട് കൊടുത്തിട്ടുണ്ട്. ആ വീട് 14 ജില്ലകളിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ജില്ല തിരിച്ചുള്ള കണക്ക് പിന്നീട് പറയാം. അപ്പോൾ ഗൃഹശ്രീ പദ്ധതി പറയുമ്പോൾ ഉമ്മൻചാണ്ടിയും KM മാണിയും ഇരിക്കുമ്പോൾ കൊണ്ടുവന്ന പദ്ധതിയാണ് ഗൃഹശ്രീ. പള്ളി, അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ എല്ലാം അത് ട്രസ്റ്റൊക്കെ രൂപീകരിച്ച് ട്രസ്റ്റിൽ നിന്ന് 2 ലക്ഷം കെട്ടി 4.5 ലക്ഷമായി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അതിപ്പോൾ 5.5 ലക്ഷമായി. 2 ലക്ഷം കെട്ടുമ്പോൾ 5.5 ലക്ഷമായി. തൊഴിലുറപ്പിൻ്റെ 100 ദിവസ ജോലിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെന്മാറ പഞ്ചായത്തിൽ തന്നെ 10-200 കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ മറ്റുള്ള പഞ്ചായത്തുകൾ, പല്ലശ്ശേന, ചിറ്റൂർ, ഈ ഭാഗങ്ങൾ, പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു 10-25 ട്രസ്റ്റ്, 30 ട്രസ്റ്റുണ്ട്. ആ ട്രസ്റ്റിനും തിരുത്തമ്പാട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ പേരിലാണ്. അതിൻ്റെ സെക്രട്ടറിയാണ് ശങ്കരനാരായണൻ, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ. നാടിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നും ഒരിക്കൽ കൂടി താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു.